ഈ പാലം കടക്കാൻ എന്താണ് കരുതി വെച്ചത്? എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു, ഈ ദുനിയാവിലുള്ള 8-10 കാര്യങ്ങൾക്കുള്ള നടത്തങ്ങള് ഈ പാലം കടക്കാൻ ഒരു ചുവടിന് 100 ചുവട് വെക്കാനുള്ള ഊർജം നൽകുന്നതാണ്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹു വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. അല്ലാഹ് യാസീൻ സൂറത്തിലില്ലേ ഈ ദുനിയാവിൽ വെച്ച് നടക്കുന്ന ചില ചുവടുകള്, ചില കാലടിപ്പാടുകള് ഈ പാലം കടക്കുമ്പോ നിനക്ക് 100 അടി നടക്കാൻ പടച്ചറബ് ഊർജം തരുന്ന ചില നടത്തങ്ങളുണ്ട്. പുരുഷന്മാര് പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി കാലെടുത്ത് വെക്കുമ്പോൾ ഒരു ചവിട്ടിന് 100 അടി ചവിട്ടി വെക്കാൻ നിനക്ക് ഊർജം പകരുന്നുണ്ട്. അതിനാ പള്ളിയിലേക്ക് ജമാഅത്തിന് നടന്നു വയ്ക്കോ എന്ന് പറയുന്നത്. അല്ലാഹ് ഒരു മയ്യത്തിന്റെ കൂടെ നടക്കുന്ന നടത്തത്തിന്, ഒരു മുഅ്മിനായ പെണ്ണിന്റെ മയ്യത്തിന്റെ കൂടെ നടക്കുന്ന നടത്തത്തിന്, അതാ നിന്റെ പാലം കടക്കുന്ന സമയത്ത് 100 അടി വെക്കാൻ അതുകൊണ്ട് കഴിയുന്നതാണ്. തീർന്നില്ല, ഒരു കണ്ണ് കാണാത്തവന്റെ കയ്യും പിടിച്ചുകൊണ്ട് നടന്നാൽ ഒരു ചുവടിന് 100 അടിക്കുള്ള ശക്തി കിട്ടുന്നുണ്ട്. ഒരു പാവപ്പെട്ടവനെ സഹായിക്കുന്നതിന് വേണ്ടി, ഒരു പാവപ്പെട്ടവന് വീട് വെക്കുന്നതിന് വേണ്ടി, ഒരു പാവപ്പെട്ടവന്റെ രോഗത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി, ഒരു സ്വാന്തന പ്രവർത്തനത്തിന് വേണ്ടി, ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിക്കുന്നതിന് വേണ്ടി, ഒരു പാവപ്പെട്ടവന് വീടെടുത്തു കൊടുക്കുന്നതിന് വേണ്ടി, ഒരു പാവപ്പെട്ടവനെ സഹായിക്കുന്നതിന് വേണ്ടി നീ നടന്നാൽ നിന്റെ ഒരു ചുവട് നാളെ 100 അടി ചവിട്ടെടുത്ത് വെക്കാൻ നിനക്ക് ഊർജം പകരുന്നതാണോ, ശക്തി കിട്ടുന്നതാണോ, നമ്മൾ പഠിപ്പിച്ചതാണോ? ഹജ്ജിന് വേണ്ടിയിട്ട് നടക്കുന്ന നടത്തം, ഉംറയ്ക്ക് വേണ്ടി നടക്കുന്ന നടത്തം, തവാഫിന് വേണ്ടി നടക്കുന്ന നടത്തം, സഅയിന് വേണ്ടി നടക്കുന്ന നടത്തം, ആ നടത്തങ്ങളൊക്കെ ഓരോ ചുവടിനും നിനക്ക് നാളെ ഈ പാലം കടക്കുമ്പോൾ 100 അടി വെക്കാൻ ഊർജം പകരുന്നതാണോ? ഇത് ചിന്തിച്ച ബഹുമാനപ്പെട്ട ബീബി നഫീസത്തുൽ മിസ്രിയ, അതാ മിസ്രിന് കൈറോ പട്ടണത്തിൽ നിന്ന്, കൈറോയിലല്ലേ ബഹുമാനപ്പെട്ട നഫീസാ ബീബി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുള്ളത്, അവിടെയല്ലേ തന്റെ വീടുള്ളത്. ആ കൈറോയിൽ നിന്ന് 1444 കിലോമീറ്റർ ദൂരമുണ്ട് പരിശുദ്ധ മക്കയിലേക്ക്. ആ മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി നടന്നതാ. എത്ര ഹജ്ജ് മോളെ? 20 ഹജ്ജിന് വേണ്ടി ബഹുമാനപ്പെട്ട നഫീസ ബീവി നടന്ന് വന്നതാ. അല്ലാഹ് 20 ഹജ്ജും നടന്നുകൊണ്ട് ചെയ്തിട്ട് 20ാമത്തെ ഹജ്ജും കഴിഞ്ഞിട്ട് വദാഇന്റെ തവാഫും ചെയ്തിട്ട് തവാഫിന് ശേഷമുള്ള 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് മഖാം ഇബ്രാഹിമിന്റെ പിറകിൽ നിന്നിട്ട് ഇരുന്നിട്ട് ബഹുമാനപ്പെട്ട നഫീസത്ത് ബീവി ഈ മഖാം ഇബ്രാഹിം എന്ന കല്ലിലേക്ക് നോക്കിയിട്ട് പൊട്ടിക്കരഞ്ഞതാ. അല്ലാ, എന്താണ് ഈ കല്ലിന്റെ പ്രത്യേകത? എന്റെ പ്രിയപ്പെട്ട ഉപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ കയറിയിരുന്നൊരു കല്ല്. തന്റെ പ്രിയപ്പെട്ട മരുമകൾ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മോശനെ ഈ കല്ലിൽ കയറ്റി നിർത്തിയതാണ്. ഈ കല്ലിൽ കയറ്റിയിരുത്തിക്കൊണ്ട് വെള്ളമൊഴിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ കാൽപ്പാടുകൾ ഈ കല്ലിൽ പതിഞ്ഞതാണ്. ആ കല്ല് പിൽക്കാലത്ത് കഅബയിലെത്തിയതാണ്. അല്ലാഹുവിന്റെ റസൂൽ കഅബയിൽ നിന്ന് പുറത്തേക്ക് എടുത്തു വെച്ചതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിം മുസല്ല. ഇത് ഇബ്രാഹിം നബിയുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ കല്ല്. ഈ കല്ലിന്റെ അടുത്ത് വെച്ച് നിങ്ങൾ നിസ്കരിക്കണം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹജ്ജിന് വരുന്ന കോടിക്കണക്കിന് ആളുകളെ സ്വീകരിക്കുന്നത് ഈ കല്ലിന്റെ അടയാളം കൊണ്ട് മാത്രമാ. ബഹുമാനപ്പെട്ട നഫീസാ ബീവി ചിന്തിക്കുകയാ, ഇബ്രാഹിം നബി ഇവിടെയില്ല, ഇബ്രാഹിം നബിന്റെ ശരീരം ഇവിടെയില്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മൊത്തം ശരീരം പതിഞ്ഞ സ്ഥലമില്ല, അവിടുത്തെ കാൽപ്പാടുകൾ പതിഞ്ഞ കല്ലിന് ഇത്ര പ്രത്യേകതയുണ്ടെങ്കിൽ ആ ഇബ്രാഹിം നബി കിടക്കുന്ന മണ്ണിനോ, അവിടുത്തെ കബറുള്ള സ്ഥലത്തിനോ, ആ പുണ്യപ്പൂമേരി എന്തി മയങ്ങുന്ന സ്ഥലത്തിനോ എത്ര പുണ്യമുണ്ടാകുമെന്ന് ചിന്തിച്ചിട്ട് ഉടനെ എഴുന്നേറ്റിട്ട് അവിടുന്ന് നടന്നു പാലസ്തീനിലേക്ക്, ജെറൂസലമിലേക്കാണ്. അല്ലാഹ് ബൈത്തുൽ മുഖദ്ദസ് എന്ന പള്ളിക്ക് ചുറ്റടുത്തുള്ള 36 കിലോമീറ്റർ യാത്ര ചെയ്താൽ കിട്ടുന്ന ഖലീൽ കുന്നിലെ
അടുത്താണ് ഇബ്രാഹിം നബിന്റെ ഖബറുള്ളത്, അതിന്റെ അടുത്താണ് ഇസ്മായിൽ നബി ബഹുമാനപ്പെട്ട യഅ്ഖൂബ് നബിന്റെ ഖബറുള്ളത്, അവിടെയാണ് ഇസ്ഹാഖ് നബിന്റെ ഖബറുള്ളത്, അവിടെയാ റാഹീൽ ബീവിന്റെ ഖബറുള്ളത്. ഈ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിന്റെ ഖബറിന്റെ അടുത്തേക്ക് ബഹുമാനപ്പെട്ട നഫീസ ബീവി നടന്നു. വീണ്ടും ആയിരക്കണക്കിന് കിലോമീറ്ററാണ് നടന്നത്. നടന്നിട്ട് ഇബ്രാഹിം നബിന്റെ ഖബറിന്റെ അരികിൽ ചെന്നിട്ട് സലാം പറഞ്ഞു, കരഞ്ഞു, എന്റെ ഉപ്പുപ്പ ഔസിനി രക്ഷപ്പെടാൻ എന്തെങ്കിലും ഇവിടുന്ന് പറഞ്ഞു തരണം, വസിയ്യത്ത് ചെയ്തേക്കണം. പകല് മുഴുവനും നോമ്പ് നോറ്റ നഫീസ ബീവി, രാത്രി മുഴുവനും നിസ്കരിച്ച നഫീസ ബീവി, അതാ 36,000 ഖത്മ് ഖുർആൻ ഓതിയിട്ട് താൻ കുഴിച്ചു വെച്ച ഖബറിലേക്ക് തന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഇറ്റി വീണ് ആ ഖബർ നിറച്ച ബഹുമാനപ്പെട്ട നഫീസ ബീവി മിസ്ലെത്തിയപാട് ഖബർ കുഴിച്ചത്, ഖബറിന്റെ അടുത്ത് ഖുർആൻ ഓതിയത്, തന്റെ കണ്ണിന്ന് കണ്ണീരൊഴുകിയത്, ആ കണ്ണീര് കൊണ്ട് ഖബർ നിറഞ്ഞത്. ആ നഫീസ ബീവി പറയുകയാ, രക്ഷപ്പെടാ പാലം കടക്ക എന്തെങ്കിലും ഒന്ന് വസിയ്യത്ത് ചെയ്യുമോ? ബഹുമാനപ്പെട്ട നബി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരമകളല്ലേ, മുത്തുനബിന്റെ പേരക്കുട്ടിയല്ലേ, നഫീസാ ബീവിക്ക് വലൈഹിസ്സലാം, കുഞ്ഞിമോളെ നിന്നോട് ഞാനൊരു വസിയ്യത്ത് ചെയ്യുന്നു. എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനാത്തുകളോട്, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോട്, എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിമീങ്ങളോട് ഇബ്രാഹിം നബി ചെയ്ത വസിയ്യത്ത് ചെയ്യുന്നു. അലൈകി ബിസൂറത്തി സൽസല, ഈ സൽസലത്ത് സൂറത്ത് നല്ലപോലെ ഓതിക്കൊള്ളണം, ഇടക്കിടക്ക് പാരായണം ചെയ്തുകൊണ്ടിരിക്കണം. ഈ സൂറത്തു സൽസലത്ത് ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ. ഈ സൂറത്തിനെ കുറിച്ച് ഓർക്കണേ, ഈ സൂറത്ത് നിങ്ങൾ ഓതണേ, ഈ സൂറത്തിനെ കുറിച്ച് ബോധം വേണേ. യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, ഞാനും നീയും ചവിട്ടിക്കൊണ്ടിരിക്കുന്ന, ഞാനും നീയും ഇരുന്നു കൊണ്ടിരിക്കുന്ന, ഞാനും നീയും നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മകൾക്കും തിന്മകൾക്കും ഞാൻ വേദമാകുന്നു, സാക്ഷിയാകുന്നു. ഈ ഭൂമി വിളിച്ചു പറയുന്ന ദിവസം വരാനുണ്ട്. നിന്റെ സർവ്വ നിവാസങ്ങളും നീ ഒളിച്ചോടുന്നതും, നീ അഗ്നിന്റെ കൂടെ പോകുന്നതും, നീ സിംഹാരം പറയുന്നതും കിന്നാരം പറയുന്നതും, നീ കണ്ണടിക്കുന്നതും, നീ തിന്മകൾ ചെയ്യുന്നതും, നീ വഞ്ചിക്കുന്നതും എല്ലാം ഈ ഭൂമി വിളിച്ചു പറയുന്നൊരു ദിവസം വരാനുണ്ട്. ഈ സൂറത്ത് നിനക്ക് ബോധം വേണേ, ഈ സൂറത്ത് നീ ഓതണേ, പരമാവധി അധികരിപ്പിക്കണേ. എന്നാ നിന്റെ മനസ്സിന് ഇളക്കം തട്ടൂലോ, നിനക്ക് വ്യതിയാനങ്ങൾ വരൂലോ, നിന്റെ ചിന്തക്ക് മാറ്റം വരൂലോ, ഈമാൻ തെറ്റിപ്പോകൂലോ, നീ രക്ഷപ്പെടുന്നത് അർഹമുർറാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ.